അങ്ങനെ എളുപ്പത്തിലൊന്നും ഞാൻ അവളെ മരിക്കാൻ വിട്ടുകൊടുക്കത്തില്ല അച്ചോ. എന്റെ 4 കുഞ്ഞുങ്ങളെ തള്ളയച്ചോ അവള്. അവള് പോയാ പിന്നെ അതുങ്ങൾക്കാരുണ്ട്? എനിക്കാരുണ്ട്? അനാഥാലയത്തിൽ ഭക്ഷണവും സംരക്ഷണവും ഉണ്ടായിരുന്നു. അതൊക്കെ വേണ്ടാന്ന് വെച്ച് ഭാവിയിലോട്ടൊന്നും നോക്കാതെ 14 കൊല്ലത്തിനു മുമ്പ് എന്റെ കൂടെ ഇറങ്ങി തിരിച്ചടാച്ചോ അവള്. അവളെ ഞാൻ മരിക്കാൻ വിടില്ല, ചികിത്സിപ്പിക്കും. എനിക്കുള്ളതൊക്കെ വിറ്റിട്ടാണ് അങ്ങനെ, അല്ലെ കടം വാങ്ങിക്കും, അതുപോലെ ഇരക്കും, അല്ലെ ഞാൻ മോട്ടിക്കും അച്ചോ, മോട്ടിക്കും. എന്നാലും ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല, ഉറപ്പാ. വിൽക്കാൻ നിന്റെ കയ്യിൽ എന്താ ജോണി ഉള്ളത്? ഈ പറഞ്ഞ 14 വർഷത്തിൽ ഒരിക്കലെങ്കിലും നീ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കട്ടും മോഷ്ടിച്ചും കടം മേടിച്ചും ഒരു മാറാരോഗ്യ ചികിത്സിക്കാന്ന് വെച്ചാൽ അത് നടപ്പുള്ള കാര്യമാണോ? നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ. ഇനിയുള്ള കാലമെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നീ അവളെ അനുവദിക്കുക. അവൾക്ക് സമാധാനം കൊടുക്കുക, അവൾക്ക് സന്തോഷം കൊടുക്കുക. എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണച്ചോ. ജോണി, നീ കൂടുതലൊന്നും ചെയ്യാനില്ല. ആദ്യം കുടി നിർത്തുക. ബുദ്ധിമുട്ടാണല്ലേ? ആണടോ, കക്കാനും പിടിച്ചു പറിക്കാനും ഛർദ്ദിച്ച് വഴി കിടക്കാനും ഒക്കെ എളുപ്പാ. ഇല്ലച്ചോ, ഇല്ല. നിങ്ങൾ രണ്ടുപേരെയും തമ്പുരാനെ സാക്ഷി നിർത്തി ഞാൻ പറയാ, എന്റെ 4 കുഞ്ഞുങ്ങളാണ്, എന്റെ ആനിയാണ്. ഞാനിനി കുടിക്കലച്ചോ, സത്യം. ഏത് ഡോക്ടർ ചികിത്സിച്ചാലും ദൈവം കൂടെ ഉണ്ടെങ്കിലേ ചികിത്സ ഫലിക്കും. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം എന്റെ ആനിക്ക് വേണ്ടി. പേടിത്തിരി കൂടിപ്പോയി. വണ്ടി ഒന്ന് നിർത്താമോ? തളരരുത് ജോണി. തളർന്നാൽ എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഓർമ്മിച്ചു വെക്കാൻ നമുക്ക് രണ്ടുപേർക്കും ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, അവരുടെ വലിയ വലിയ സ്നേഹങ്ങൾ, അതിനിടയിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ. നമുക്ക് കിട്ടാതെ പോയതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം. ബാല്യത്തിന്റെ ഓർമ്മകൾ ഒരു മണിച്ചെപ്പ് പോലെ സൂക്ഷിച്ചു വെക്കാൻ അവർക്ക് കഴിയണം. നമ്മുടെ രണ്ടുപേരുടെയും സ്നേഹം അത് ഏറ്റവും കൂടിയ അളവിൽ അവരനുഭവിക്കണം. ഞാൻ കഴിഞ്ഞു പോകുന്നത് വരെ അവരൊന്നും അറിയരുത്. അവരുടെ നനയാത്ത മനസ്സുകൾ കണ്ട് എനിക്ക് സന്തോഷത്തോടെ മരിക്കണം. എനിക്കെന്റെ കുഞ്ഞുങ്ങളെ കണ്ട് കണ്ട് കൊതി തീർന്നില്ല ജോണി. എനിക്കവരെ സ്നേഹിച്ചു മതിയായില്ല. എനിക്ക് ജീവിക്കണം. ഒരുപാട് വർഷത്തെ ജീവിതം ഇനി 1 വർഷം കൊണ്ട് ജീവിക്കണം.
ഒന്ന് പൊറോട്ട എടുത്തേ. ആ നീയാണോ? വണ്ടി കുറച്ച് പൊറോട്ട എടു കേശവ. നിന്റെ വണ്ടിക്കില്ലേടാ റിവേഴ്സ് ഗിയർ, നീ എടു പൊറോട്ട്. ആ തമാശകളാ. എനിക്കാണെങ്കിൽ ഒത്തിരി പൊറോട്ട എടുക്കണം. ഞാൻ ഒന്നും ഒതുക്കി തന്നാ എനിക്കങ്ങ് പോയിരുന്നു. എന്നാ അവിടെ കിടന്നോ, എനിക്ക് പോയിട്ടേ ഒരത്യാവശ്യമില്ല. കേശവ എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന്. നീ വണ്ടി ഒന്ന് മാറ്റേ. എടാ, കേശവന്റെ വണ്ടി അങ്ങനെ കണ്ട ചെറ്റകൾക്കൊന്നും വഴിമാറി കൊടുക്കാറില്ല. നീ വലിയ ഹീറോ അല്ലേ, ഇടിച്ചു മാറ്റിട്ട് പോടാ. കേശവ കണക്ക് പറയാനുള്ള സമയമല്ല ഇത്. എനിക്ക് പോയിട്ട് തിരക്കൊണ്ടെന്നാ ഞാൻ പറഞ്ഞേ. മര്യാദയ്ക്ക് നീ വണ്ടി മാറ്റുന്നോ അതോ എന്റെ തനി ഗുണം ഞാൻ കാണിക്കണോ? തനി ഗുണം കാണിച്ചവനൊക്കെ കേശവന്റെ ഇന്ന് അപ്പ കിട്ടിയിട്ടുണ്ട്. നിന്റെ മോൻ എന്റെ വണ്ടിയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചപ്പോ ഞാൻ അവന്റെ പേര് കുറിച്ചിട്ടതാ. വണ്ടി അബദ്ധത്തില് മുട്ടിയൊന്നുമല്ലടാ, ഞാൻ മുട്ടിച്ചതാ. വീഴ്ച കണ്ടപ്പോ തീർന്നു എന്ന് വിചാരിച്ചത്, പക്ഷെ ചത്തില്ല. ആയുസിന്റെ ഒരു ബലേ. കൊച്ചു എളുപ്പാങ്കാലത്ത് പരിപാടി വണ്ടി കിട്ട ചെയ്യാതെ എവിടെ പോയി? ജോണി, ജോണി, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നരളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ
അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥും പിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവേശ്വര. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാൻ ഇടയാകട്ടെ. ഈശോ മിശിഹായ കർത്താവിന്റെ തിരുവിലാവിലെ ചോരയെക്കുറിച്ച് മരിച്ച ആത്മാക്കളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അമ്മേ, നല്ല തണുപ്പുണ്ട്, അകത്ത് വന്ന് കിടക്ക്. യോഹന്നാന്റെ സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ആനി പറഞ്ഞതെല്ലാം കാര്യമാണ്. പക്ഷേ അതിൽ വ്യക്തമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അച്ഛൻ പറഞ്ഞ പോലെ എനിക്കും പെട്ടെന്നൊന്നും തോന്നുന്നില്ല. ഏതായാലും ആന വിഷമിക്കണ്ട, സമയമുണ്ടല്ലോ. സമയം ഇക്കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ ആലോചിക്കായിരുന്നു. എന്റെ മരണശേഷം എന്റെ കുഞ്ഞുങ്ങൾ അനാഥരായി വഴിയിൽ അലയരുത്. ഞാൻ കൂടി ഇല്ലാതാവുമ്പോ കിടപ്പാടം പോലും ഇല്ലാത്ത അവരും പിച്ചക്കാരും തമ്മിൽ എന്താ വ്യത്യാസം? ആഹാരം, കിടപ്പാടം, വിദ്യാഭ്യാസം, സ്നേഹം, ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കണം. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആനി പൊയ്ക്കൊള്ളൂ.